നിങ്ങൾ ഏത് സാഹചര്യത്തിലും മുന്നോട്ടു പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വിചാരിച്ചതിനേക്കാൾ എത്രയോ കരുത്തുള്ളവരാണ് നിങ്ങളെന്ന്. ലോകത്തെ ഒരു പാഴ്വഞ്ചിയിൽ ചുറ്റിവരാൻ ഇറങ്ങിത്തിരിച്ച 2 ഇന്ത്യൻ വനിതകളുടെ വാക്കുകളാണിത്. We are very grateful for this opportunity in Navy because this journey was filled with incredible moments and also various challenges. During this journey we realized that how important it is to trust in yourself and believe in your own strength. Only after you go through a situation, however tough it is, you realize that you are stronger than what you thought you were. So it is really important that you keep pushing through the situation. പായ്വഞ്ചിയിൽ ലോകം ചുറ്റാനായി 5 മാസം മുൻപ് തുടങ്ങിയ ദൗത്യം പൂർത്തിയാക്കാൻ ഇനി 3 മാസം മാത്രം ബാക്കി. It's just 3 months left to complete the circumnavigation and we have already completed halfway around the world. But it's not yet over. We're right now in the 4th leg, sailing from Port Stanley to Cape Town. Thanks to Indian Navy and our nation for giving us incredible support. കഴിഞ്ഞ മാസം പാതിയോടെ ലോകത്തിലെ ഏറ്റവും അപകടം നിറഞ്ഞ ഡ്രേക്ക് പാസേജ് ഇവർ സാഹസികമായി മറികടന്നിരുന്നു. ഇന്ത്യൻ നാവിക ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നു ആ നേട്ടം. ഇപ്പോൾ ലോകം ചുറ്റൽ പാതി പിന്നിട്ട് കഴിഞ്ഞു. ഇന്ത്യൻ നാവികസേനയുടെ സാഗർ പരിക്രമ 2ന്റെ ഭാഗമായാണ് ഇരുവരും പായ്വഞ്ചിയിൽ ലോകം ചുറ്റുന്നത്. ഇന്ത്യൻ വനിതകളുടെ ആദ്യത്തെ ഉദ്യമമാണിത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് രൂപയും ദിൽനയും യാത്ര ആരംഭിച്ചത്. ഈ വർഷം മെയ് മാസത്തോടെ പായ്വഞ്ചിയായ INS തരണിയിൽ അവർ ലോകം ചുറ്റി തിരിച്ചെത്തും. വനിതകളെ പായ്വഞ്ചിയിൽ ലോകം ചുറ്റാൻ അയക്കാൻ ഇന്ത്യൻ നാവികസേന തീരുമാനിച്ചപ്പോൾ 17 പേരാണ് താൽപര്യം പ്രകടിപ്പിച്ചത്. അതിൽ നിന്നാണ് ദിൽനയെയും രൂപയെയും തിരഞ്ഞെടുത്തത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.